ഹായ് എവരി വൺ, വെൽക്കം ടു മൈ ചാനൽ ടോപ്പ് വിന്നേഴ്സ് അക്കാഡമി ഓൺലൈൻ. ഞാൻ ഇന്ന് പുതിയൊരു ക്ലാസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന ഭാഗമാണ് ഞാൻ ഇന്ന് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റുകളിൽ കൂടി അറിയിക്കണം. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. നമുക്കിനി ക്ലാസ്സുകളിലേക്ക് കടക്കാം. പ്രിൻസിപ്പിൾ എന്നുള്ള വാക്ക് പ്രിൻസിപ്പിയം എന്ന ലാറ്റിൻ വേർഡ്സിൽ നിന്നാണ് ഉണ്ടായത്. ഇതിൻ്റെ അർത്ഥം ബേസിസ്. ദ വേർഡ് പ്രിൻസിപ്പിൾ ഡെറൈവ്ഡ് ഫ്രം ലാറ്റിൻ വേർഡ്സ് പ്രിൻസിപ്പിയം വിച്ച് മീൻസ് ബേസിസ്. പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? എ സെറ്റിൽഡ് റൂൾ ഓഫ് ആക്ഷൻ. അപ്പം വാട്ട് ഈസ് പ്രിൻസിപ്പിൾ? എ സെറ്റിൽഡ് റൂൾ ഓഫ് ആക്ഷൻ. കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഫസ്റ്റ് ഡെവലപ്പ് ചെയ്ത് റോക്ക്ഡെയിൽ പൈനിയേഴ്സ് ആണ്. ഈ റോക്ക്ഡെയിൽ പൈനിയേഴ്സ് എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിലുള്ള ഒരു സഹകരണ സ്ഥാപനമാണ്. റോക്ക്ഡെയിൽ പൈനിയേഴ്സ് ഒരു കൺസ്യൂമർ സൊസൈറ്റി ആയിട്ടാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ പൈനിയേഴ്സ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്തത് 15/8/1844 എന്നാൽ ഇത് ഫംഗ്ഷൻ തുടങ്ങിയത് 21/12/1844. റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ പൈനിയേഴ്സ് സൊസൈറ്റി 28 പേഴ്സൺസ് ചേർന്നാണ് തുടങ്ങിയിരിക്കുന്നത്. ഇതിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചാൽ ചാൾസ് ഹൗറ. ഫാദർ ഓഫ് മോഡേൺ കോർപ്പറേഷൻ എന്നാണ് ചാൾസ് ഹൗറ അറിയപ്പെടുന്നത്. ഇംഗ്ലണ്ടിലെ ആദ്യത്തെ വിജയകരമായ സഹകരണ സ്ഥാപനം ഏതാണ് എന്ന് ചോദിച്ചാൽ റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ പൈനിയേഴ്സ് സൊസൈറ്റി ആണ്. അതുപോലെ തന്നെ ഇംഗ്ലണ്ടിലെ ആദ്യത്തെ വിജയകരമായ കൺസ്യൂമർ സൊസൈറ്റി ഏതാണ് എന്ന് ചോദിച്ചാലും അതിന് ഉത്തരം റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ പൈനിയേഴ്സ് സൊസൈറ്റി തന്നെയാണ്. ഇനി ലോകത്തിലെ ആദ്യത്തെ വിജയകരമായ കൺസ്യൂമർ സൊസൈറ്റി ഏതാണ് എന്ന് ചോദിച്ചാലും റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ പൈനിയേഴ്സ് സൊസൈറ്റി ആണ്. കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് 4 സ്റ്റേജസ് ആയിട്ടാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതിലെ ഫസ്റ്റ് സ്റ്റേജസ് ഏതാണ് എന്ന് നമുക്ക് നോക്കാം. ആദ്യം ലോകത്ത് 3 സെറ്റ് പ്രിൻസിപ്പിൾസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾസ്, റെയ്ഫീസൺ പ്രിൻസിപ്പിൾസ്, ഷൂൾസ് പ്രിൻസിപ്പിൾസ്. ഇതിൽ റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിലാണ് ഉണ്ടായത് എന്ന് നമ്മൾ പറഞ്ഞു. റെയ്ഫീസൺ പ്രിൻസിപ്പിൾസും ഷൂൾസ് പ്രിൻസിപ്പിൾസും ജർമ്മനിയിലാണ് ഡെവലപ്പ് ചെയ്തത്. ഇങ്ങനെ ലോകത്ത് മൊത്തം 3 സെറ്റ് പ്രിൻസിപ്പിൾസ് ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. ഈ പ്രിൻസിപ്പിൾസ് തമ്മിൽ ഒരു യൂണിഫോമിറ്റി ഇല്ലായിരുന്നു. നോ യൂണിഫോമിറ്റി ഇൻ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഇൻ ഇനിഷ്യൽ സ്റ്റേജ്. ജർമ്മനിയിൽ 2 തരത്തിലുള്ള ക്രെഡിറ്റ് ആയിരുന്നു. റൂറൽ ക്രെഡിറ്റും ഉണ്ടായിരുന്നു, അർബൻ ക്രെഡിറ്റും ഉണ്ടായിരുന്നു. ഇതിൽ റൂറൽ ക്രെഡിറ്റിൻ്റെ ഫാദർ എന്ന് പറയുന്നത് FW റെയ്ഫീസൺ ആണ്. ഇദ്ദേഹം ഡെവലപ്പ് ചെയ്തതാണ് റെയ്ഫീസൺ പ്രിൻസിപ്പിൾസ്. അർബൻ സൊസൈറ്റിയുടെ ഫാദർ എന്ന് പറയുന്ന ഷൂൾസ് ആണ്. ഇദ്ദേഹം ഡെവലപ്പ് ചെയ്തതാണ് ഷൂൾസ് പ്രിൻസിപ്പിൾസ്. അപ്പം ലോകത്ത് 3 തരത്തിലുള്ള പ്രിൻസിപ്പിൾസ് ആണ് ഉണ്ടായിരുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. റെയ്ഫീസൺ പ്രിൻസിപ്പിൾസ്, ഷൂൾസ് പ്രിൻസിപ്പിൾസ്, റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾസ്. ഈ പ്രിൻസിപ്പിൾസ് തമ്മിൽ ഒരു യൂണിഫോമിറ്റി ഇല്ലായിരുന്നു എന്നും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ലോകത്ത് എല്ലായിടത്തും സ്വീകാര്യമായ ഒരു കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് വേണം എന്ന ഒരു തീരുമാനത്തിൽ എത്തി. അതിനുവേണ്ടി 1934 ICA ഒരു സബ് കമ്മിറ്റിയെ ഉണ്ടാക്കി. ഈ സബ് കമ്മിറ്റി 3 സെറ്റ് പ്രിൻസിപ്പിൾസിനെ കുറിച്ചും പഠിച്ചു. അതായത് റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾസിനെ കുറിച്ചും റെയ്ഫീസൺ പ്രിൻസിപ്പിൾസിനെ കുറിച്ചും ഷൂൾസ് പ്രിൻസിപ്പിൾസിനെ കുറിച്ചും പഠിച്ചു. ഇതിൻ്റെ ഫലമായി 1937 പാരീസ് സമ്മേളനത്തിൽ വെച്ച് റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾസ് ആണ് ഏറ്റവും നല്ലത് എന്ന് ICA അംഗീകരിച്ചു. ഇതാണ് ICA പ്രിൻസിപ്പിൾസിൻ്റെ ഫസ്റ്റ് സ്റ്റേജ്. ലോകത്തിലെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിൻ്റെ സെക്കൻഡ് സ്റ്റേജ്. ഇനി നമുക്ക് റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. 1 ഓപ്പൺ മെമ്പർഷിപ്പ്, 2 ഡെമോക്രാറ്റിക് കൺട്രോൾ, 3 ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ, 4 പാർട്ടനേജ് ഡിവിഡൻഡ്, 5 ക്യാഷ് ട്രേഡിംഗ്, 6 പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി, 7 പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ, 8 സെല്ലിംഗ് പ്യുവർ ആൻഡ് അൺഅഡൾട്ടറേറ്റഡ് ഗുഡ്സ്. ഇങ്ങനെ 8 റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾസ് 1860 ഡെവലപ്പ് ചെയ്തത്.
ഇതിൽ എട്ടാമത്തെ പ്രിൻസിപ്പിൾസായ സെല്ലിംഗ് പ്യുവർ ആൻഡ് അൺഅഡൾട്ടറേറ്റഡ് ഗുഡ്സ് എന്നുള്ളത് 1937 ICA പ്രിൻസിപ്പിൾസിൽ ഡിലീറ്റ് ചെയ്തു. ബാക്കിയുള്ള 7 പ്രിൻസിപ്പിൾസും അതേപടി എടുക്കുകയാണ് 1937 ICA പ്രിൻസിപ്പിൾസിൽ ചെയ്തത്. അപ്പോൾ നമുക്ക് 1937 ICA പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. 1 ഓപ്പൺ മെമ്പർഷിപ്പ്, 2 ഡെമോക്രാറ്റിക് കൺട്രോൾ, 3 ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ, 4 പാർട്ടനേജ് ഡിവിഡൻഡ്, 5 ക്യാഷ് ട്രേഡിംഗ്, 6 പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി, 7 പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ. 1937 ശേഷം കാര്യമായ മാറ്റം ലോകത്ത് ഉണ്ടായി. 1939 സെക്കൻഡ് വേൾഡ് വാർ ഒക്കെ ഉണ്ടായി, അതായിട്ട് നമുക്കറിയാം. ഈ മാറിയ സാഹചര്യത്തിൽ 1937 പ്രിൻസിപ്പിൾസിൽ ചില മാറ്റങ്ങൾ അനിവാര്യമായിട്ട് തീർന്നു. അതിനെ തുടർന്ന് 1964 DG കാർവേയുടെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റിയെ ICA അപ്പോയിൻമെൻറ്റ് ചെയ്തു. ഈ കമ്മിറ്റി 1966 വിയറ്റ്ന കോൺഗ്രസിൽ വെച്ച് റിവൈസ്ഡ് പ്രിൻസിപ്പിൾസിൽ ICA അംഗീകരിച്ചു. ഇതാണ് ICA പ്രിൻസിപ്പിൾസിൻ്റെ സെക്കൻഡ് സ്റ്റേജ്, ലോകത്തിലെ പ്രിൻസിപ്പിൾസിൻ്റെ തേർഡ് സ്റ്റേജ്. അപ്പോൾ ഇതിൻ്റെ തലവൻ എന്ന് പറയുന്നത് DG കാർവേ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ICA പ്രിൻസിപ്പിൾസിൻ്റെ സെക്കൻഡ് സ്റ്റേജിനെ കാർവേ പ്രിൻസിപ്പിൾസ് എന്നും കൂടെ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കാർവേ പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. 1 ഓപ്പൺ ആൻഡ് വോളണ്ടറി മെമ്പർഷിപ്പ്, 2 ഡെമോക്രാറ്റിക് മാനേജ്മെൻറ്റ്, 3 ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ, 4 ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓൺ സർപ്ലസ്, 5 കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ, 6 കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ്. ഇതിൽ നമ്മൾ പുതുതായിട്ട് കൂട്ടിച്ചേർത്ത കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഈ കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ് എന്നുള്ളത് കാർവേ പ്രിൻസിപ്പിൾസ് എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഇത് മിക്ക പരീക്ഷകളിലും ചോദിച്ചതുമാണ്. കാർവേ പ്രിൻസിപ്പിൾസ് ഏതാണ് എന്ന് ചോദിച്ചാൽ കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ് എന്ന് ഉത്തരം എഴുതുക. 1992 ICAയുടെ ടോക്കിയോ കോൺഗ്രസിൽ വെച്ച് 1966 കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് അമെൻഡ് ചെയ്യണമെന്ന സജഷൻ വന്നു. ഇതിനു വേണ്ടി ഇവാൻ മാക്പേഴ്സൻ്റെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റിയെ ICA ചുമതലപ്പെടുത്തി. 1994 ഇവാൻ മാക്പേഴ്സൺ റിപ്പോർട്ട് സമർപ്പിച്ചു. 1995 മാഞ്ചസ്റ്ററിൽ വെച്ച് നടന്ന ICA കോൺഗ്രസ്സിൽ 7 പ്രിൻസിപ്പിൾസ് അഡോപ്റ്റ് ചെയ്തു. ഇതാണ് ലോകത്ത് ഇന്ന് നിലവിലുള്ള കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്. അതായത് നമ്മൾ ഇന്നും ഫോളോ ചെയ്യുന്നത് 1995 ഈ പ്രിൻസിപ്പിൾസ് തന്നെയാണ്. 23 സെപ്റ്റംബർ 1995 ന്യൂ സെഞ്ച്വറി ഹാളിൽ വെച്ചാണ് ഈ പ്രിൻസിപ്പിൾസ് അഡോപ്റ്റ് ചെയ്തത്. ഇതിനു വേണ്ടി 1966 2 പ്രിൻസിപ്പിൾസ് നമ്മൾ ഡിലീറ്റ് ചെയ്തു. 3 പ്രിൻസിപ്പിൾസ് പുതുതായിട്ട് കൂട്ടിച്ചേർക്കുകയാണ് ചെയ്തത്. അതായത് ആ ഡിലീറ്റ് ചെയ്ത പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ, ഈക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർപ്ലസ്. പുതുതായിട്ട് നമ്മൾ കൂട്ടിച്ചേർത്ത 3 പ്രിൻസിപ്പിൾസ് മെമ്പർ എക്കണോമിക് പാർട്ടിസിപ്പേഷൻ, ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസ്, കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി. അങ്ങനെ 3 പ്രിൻസിപ്പിൾസ് നമ്മൾ പുതുതായിട്ട് ആഡ് ചെയ്യുകയും കൂടെ ചെയ്തു. ഇതിൻ്റെ ഫലമായി 1995 7 പ്രിൻസിപ്പിൾസാണ് ഉണ്ടായത്. അതേതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് കൂടുതൽ പ്രാധാന്യത്തോടു കൂടി പഠിക്കണം. അതാണ് ഇന്ന് നിലവിലുള്ള കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്. 1 ഓപ്പൺ ആൻഡ് വോളണ്ടറി മെമ്പർഷിപ്പ്, 2 ഡെമോക്രാറ്റിക് മെമ്പർ കൺട്രോൾ, 3 മെമ്പർ എക്കണോമിക് പാർട്ടിസിപ്പേഷൻ, 4 ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസ്, 5 എഡ്യൂക്കേഷൻ ട്രെയിനിങ് ആൻഡ് ഇൻഫോർമേഷൻ, 6 കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ്, 7 കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി. ഇനി നമുക്ക് ഇത് ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം. 1 ഓപ്പൺ ആൻഡ് വോളണ്ടറി മെമ്പർഷിപ്പ്. എന്താണ് ഓപ്പൺ ആൻഡ് വോളണ്ടറി മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ അർത്ഥമാക്കുന്നത് ഈ മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് എല്ലാവർക്കുമായിട്ട് ഓപ്പൺ ചെയ്തിരിക്കുന്നു. അതിൽ ജാതിയോ മതമോ അങ്ങനെ ഒന്നും നോക്കത്തില്ല, ഒരു കമ്പൾഷന് ഒന്നും പറ്റത്തില്ല. ആർക്കും വേണമെങ്കിലും മെമ്പർഷിപ്പ് എടുക്കാം. എന്നാൽ സൗണ്ട് മൈൻഡ് ആയിരിക്കണം, അങ്ങനെയുള്ള ചില നിബന്ധനകളൊക്കെ ഉണ്ട്. രണ്ടാമത് ഡെമോക്രാറ്റിക് മെമ്പർ കൺട്രോൾ, അതായത് 1 man 1 vote. അതായത് ഷെയർ എടുക്കുന്ന അനുസരിച്ചല്ല വോട്ട്, ഒരാൾക്ക് ഒരു വോട്ട് എന്നുള്ളതാണ്. 3
മെമ്പർ എക്കണോമിക് പാർട്ടിസിപ്പേഷൻ. ഇവിടെ ക്യാപിറ്റൽ എന്നുള്ളതല്ല ഗൈഡിംഗ് ഫാക്ടർ എന്ന് പറയുന്നത്. 4 ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസ്. അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്ന എല്ലാ ആക്ടിവിറ്റിയും ഡിസൈൻ ചെയ്യാം. അതായത് രജിസ്ട്രാർ എന്ന് പറയുന്ന രജിസ്ട്രാർ എന്ന് പറയുന്നത് ഒരു ഗൈഡോ ഫിലോസഫറോ മാത്രമാണ്. 5 എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് ഇൻഫോർമേഷൻ. അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റി മെമ്പേഴ്സിനും എംപ്ലോയീസിനും ഒക്കെ പുതിയ സ്കിൽ നേടുന്നതിന് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്നുണ്ട്. 6 കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ്. അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നുള്ളത് ബേസ് ചെയ്യുന്നത് സെൽഫ് ഹെൽപ്പ്, മ്യൂച്വൽ ഹെൽപ്പ് ഇവയിലൊക്കെയാണ്. 7 കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ പബ്ലിക്കും അല്ല പ്രൈവറ്റും അല്ല, ഇതൊരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഇനി നമുക്ക് ഇതിൽ നിന്ന് വരുന്ന ചില ചോദ്യങ്ങൾ കൂടി നോക്കിപ്പോകാം. ഇതിൽ 1 man 1 vote എന്നുള്ളത് ഏത് പ്രിൻസിപ്പിൾസുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ന് ചോദിക്കാറുണ്ട്. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഡെമോക്രാറ്റിക് മെമ്പർ കൺട്രോൾ എന്നുള്ളതാണ്. അതുപോലെ തന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് പ്രിൻസിപ്പിൾസ് എന്നുള്ളത് ഏത് പ്രിൻസിപ്പിൾസുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ന് ചോദിക്കാറുണ്ട്. അതിൻ്റെ ആൻസർ എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് ഇൻഫോർമേഷൻ എന്നുള്ളതാണ്. പ്രിൻസിപ്പിൾസ് ഓഫ് മ്യൂച്വാലിറ്റി ഏത് പ്രിൻസിപ്പിളാണ് എന്ന് ചോദിക്കാറുണ്ട്. അത് കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ് എന്നുള്ളതാണ്. ഇത്രയും ഭാഗങ്ങളാണ് ഞാനിന്ന് എടുത്തിരിക്കുന്നത്. എന്തെങ്കിലും സജഷൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളത് അറിയിക്കണം. എന്നെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.